ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും മൂസിന പോയാൽ മതിയായിരുന്നു. ഇനിയും അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ച് കയറും. അങ്ങനെ വീടിൻ്റെ മുറ്റത്തേക്ക് അനസ് വണ്ടി നേരെ വിടുന്നു. ഒന്നും മിണ്ടാതെ അവൻ നേരെ മുകളിലേക്ക് കയറുമ്പോൾ അതാ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഓ, ഇവൾ പോയിട്ടൊന്നും ഇല്ലല്ലേ? ഇവളുടെ ബാപ്പ വന്നിട്ടൊന്നുമില്ല. വന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ കാണുമായിരുന്നു. അതീവ ദേഷ്യത്തോടെ അനസ് മുകളിലേക്ക് കയറിപ്പോയി. ഒരല്പസമയത്തിന് ശേഷം അതാ കോളിംഗ് ബെല്ലടിക്കുന്നു. മൂസിന പോയി ഡോറ് തുറക്കുന്നു. ആ ഉപ്പ വന്നോ? വാ കയറിക്കോളി. ആ മോളെ, അല്ല നീ റെഡിയായി നിന്നിട്ടൊന്നുമില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ റെഡിയായി നിൽക്കാൻ, നമുക്ക് വേഗം പോകണ്ടേ? ഞാൻ വണ്ടിയായിട്ടാണ് വന്നത്, ഓട്ടോ പിടിച്ചാണ് വന്നത്. ആ ഉപ്പ എല്ലാം റെഡിയാണ്. എനിക്കിനി മാറ്റാനും കൂടിയേ ഉള്ളൂ ഡ്രസ്സ്. നിങ്ങളിരിക്കി, ഞാൻ ചായ എടുക്കാം. മൂസിന തിരക്കിട്ട് ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ഉമ്മ വരുന്നു. മോളെ മൂസി, നീ വേഗം പോയി ഡ്രസ്സൊക്കെ മാറിക്കോ. നീയൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ? ഞാൻ എടുത്തു കൊടുത്തോളാം ഉപ്പക്ക്. ആ ഉമ്മ, എന്നാൽ ഞാൻ പോയി വേഗം റെഡി ആവട്ടെ. അല്ല ഉപ്പ, ഇന്ന് ജോലിക്ക് പോയില്ലേ ഉപ്പ? ഇല്ല മോളെ, ഞാൻ 2 ദിവസമായി പോയിട്ട്. ഉപ്പക്ക് കാലിനൊക്കെ ഒരു വേദന, അപ്പോൾ പിന്നെ പോകാനൊന്നും കഴിയുന്നില്ല. പിന്നെ നീ ഇന്ന് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാനിന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. ആദ്യത്തെ പോലെ ഉപ്പക്ക് ഇപ്പോൾ പണിയെടുക്കാനൊന്നും വയ്യ മോളെ, കാലും എല്ലാം വേദനയാണ്. പിന്നെ ഇപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വീടിനുള്ളിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കിട്ടണ്ടേ? അതിന് ഞാൻ പോയല്ലേ പറ്റൂ. അത് കേട്ടപ്പോൾ മൂസിനക്ക് ഭയങ്കര സങ്കടം വന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് ഞാനും കൂടി പോയാൽ എന്തായിരിക്കും റബ്ബേ അവസ്ഥ? അല്ല, എൻ്റെ ഇക്കാക്ക് എന്നെ വേഗം തിരിച്ചു കൊണ്ടുവരാനുള്ള മനസ്സ് നീ കൊടുക്കണേ റബ്ബേ. എൻ്റെ പാവപ്പെട്ട ഉപ്പയുടെ ഈ അവസ്ഥയിലേക്ക് ഞാനും കൂടി പോയാൽ ഉപ്പ തളർന്നു പോകും റബ്ബേ. ഇവിടെ ആവുമ്പം എനിക്കൊന്നും അറിയണ്ട, ആവശ്യത്തിന് കാശും ഭക്ഷണവും എല്ലാം കിട്ടുന്നുണ്ട്. ഇക്കയുടെ സ്വഭാവം മാത്രമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലോ, ഒരാണിൻ്റെ സ്നേഹം. അത് മാത്രമാണല്ലോ. ഇനി പൈസയും സമ്പത്തും ഒന്നുമില്ലെങ്കിലും തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരാണിൻ്റെ സ്നേഹം, അത് മാത്രമാണ് ആ പെണ്ണിൻ്റെ പ്രതീക്ഷ. എന്നാലും സാരമില്ല, എൻ്റെ ഇക്കാക്കക്ക് ഇനിയെങ്കിലും എന്നോടൊരല്പം സ്നേഹം തോന്നി എന്നെ വേഗം വന്ന് കൂട്ടിക്കൊണ്ടു വന്നാൽ മതിയായിരുന്നു. മൂസിനയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അത് ഉപ്പ കാണുമെന്ന് വിചാരിച്ച് അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. പക്ഷേ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അനസിൻ്റെ ഉമ്മ. മോളെ, എന്തു പറ്റി നിനക്ക്? പെട്ടെന്നെന്താ നിൻ്റെ മുഖം ഒന്ന് വാടിയതുപോലെ? ഒന്നുമില്ല ഉമ്മ. പോകുന്നത് കൊണ്ടാണോ? സാരമില്ല മോളെ, 2 ദിവസം കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് തന്നെ വരില്ലേ? ആ, എന്നാൽ ശരി ഉമ്മ, ഞാൻ പോയി റെഡി ആവട്ടെ. ആ, എന്നാൽ നീ പോയി റെഡിയാവുക. അങ്ങനെ മുകളിലേക്ക് മൂസിന കയറിപ്പോയി. റൂമിൽ അനസി കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ ഇക്ക ഒന്നും മിണ്ടുന്നില്ല അനസ്. ഞാൻ റെഡി ആവട്ടെ എന്നാൽ? അതും ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ അനസ് അവിടെ തന്നെ കിടന്നു. പിന്നെ ഞാൻ അധികം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരില്ലേ? അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്നാൽ ഞാൻ പോവാണ് കേട്ടോ. അങ്ങനെ മൂസിന ബാഗെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങി. ഞാൻ പോവാണ് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അക്കാനെ കൂട്ടാൻ വരണം കേട്ടോ. ഞാൻ വന്നില്ലെങ്കിൽ ഉമ്മ ഇവിടെ ബുദ്ധിമുട്ടിലായി പോകും. അതാ. മൂസിനയുടെ വാക്കുകൾ കേട്ട് അനസ് എന്നൊരു മുഴക്കം മാത്രം. ഉമ്മ, ഞാൻ പോയിട്ട് വരാട്ടോ. ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ ഉമ്മ കരയുന്നത്? ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരില്ലേ? എന്നെ വിളിക്കാൻ അനസ്ക വരും തീർച്ചയായിട്ടും. ഉമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. ഉമ്മ ഭാരമുള്ള ജോലികളൊന്നും എടുത്ത് അസുഖങ്ങളൊന്നും കൂട്ടി വെക്കരുതേ. ഞാൻ വരുമ്പോഴത്തേനും ഉമ്മ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കി ജോലികളെല്ലാം ഞാൻ വന്നിട്ട് എടുത്തോളാം. ശരി മോളെ. എൻ്റെ മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഉമ്മ അതൊക്കെ ശരിയാക്കിക്കോളാം. എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്തോളാം. നീ അതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട കേട്ടോ. മോൾ പോയിട്ട് വാ സന്തോഷത്തോടെ. ഉമ്മക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഉമ്മ മൂസിനയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. എനിക്കൊട്ടും താല്പര്യമില്ല ഉമ്മ നിങ്ങളെ വിട്ടു പോവാൻ. പിന്നെ പോവേണ്ട ആവശ്യമായതുകൊണ്ട് ഞാൻ പോവാണ്. അതും സാരില്ല. നീ 2 ദിവസം കഴിഞ്ഞാൽ വരൂലേ? സാരില്ല, നീ പോയിട്ട് വാ. മോളെ, എന്നാൽ പോവല്ലേ നമ്മൾ? ഉപ്പ വിളിച്ചു. ആ ഉപ്പ, ഇറങ്ങാം. ഞങ്ങൾ പോകുന്നത് കാണാൻ പോലും ഒന്ന് വന്നില്ലല്ലോ എന്ന് മൂസിന മനസ്സിൽ വിചാരിച്ചു. ഞാനിപ്പോൾ വരാം ഉപ്പ, ഇക്കയോട് ഒന്ന് പറഞ്ഞിട്ട്. ആ ശരി മോളെ. അവൾ നേരെ മുകളിലേക്ക് പോയി. അപ്പോഴും അനസ് അവിടെ കിടക്കുകയാണ്. അനസ്ക, ഞാൻ പോവാട്ടോ. എന്താ ഞാൻ പോകുന്നത് കാണാനൊന്നും താഴേക്ക് ഇറങ്ങി വരാത്തത്? എന്താ ഇപ്പോൾ നീ പോകുന്നത് കാണാനിപ്പോൾ എന്താ? എന്നാൽ ശരി എന്നാലും ഇനി 2 ദിവസം കഴിയുമ്പോൾ കൂട്ടാൻ വരണം കേട്ടോ. മൂസിന ആവർത്തിച്ച് അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അനസൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഉപ്പയുടെ കൂടെ മൂസിന പതുക്കെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. എല്ലാം അവളെ നോക്കി കരയുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. തനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു. മനസ്സിന് എന്തൊക്കെയൊക്കെയോ ഒരു ഇടങ്ങേറുകൾ വന്നു തുടങ്ങി. അവൾ വീണ്ടും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ്
ചുമന്ന് തൊടുത്തിരിക്കുന്നു സങ്കടം കൊണ്ട്. മുകളിലെ റൂമിലേക്ക് അവൾ നോക്കി. ജനാലയിലൂടെ ഇക്ക എങ്ങാനും എന്നെ നോക്കുന്നുണ്ടോ എന്ന്. അവിടെ ഇക്കയുടെ ഒരു നിഴൽ പോലും കാണാനില്ല. എൻ്റെ ഇക്ക ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നിരുന്നെങ്കിൽ, ഞാൻ പോകുന്നതൊന്ന് നോക്കിയിരുന്നെങ്കിൽ. എത്ര തന്നെ ഉപദ്രവിച്ചാലും അകറ്റി നിർത്തിയാലും അവൾക്ക് തൻ്റെ ഭർത്താവിനെ വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൾ വീണ്ടും വീണ്ടും പുറകിലേക്ക് നോക്കി. ഉപ്പ, മതി മോളെ നീ തിരിഞ്ഞു നോക്കിയത്, വാ നടക്ക്. എന്താ മോളെ നിനക്ക് ഇത്ര സങ്കടം? നീ 2-3 ദിവസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ വരില്ലേ, പിന്നെ എന്താ ഇത്ര സങ്കടം? എന്താണെന്നറിയില്ലപ്പാ, ഈ വീടും പരിസരവും ഒക്കെ എന്നെ തിരികെ മാഴി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതെന്താ, നിനക്ക് എന്ത് പറ്റി മോളെ? വാ, റോഡിലാണ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്നത്, കുറച്ചും കൂടി നടക്കാനുണ്ടല്ലോ, നീ വേഗം വാ. ഇനിയിപ്പോൾ വെയിറ്റിംഗ് ചാർജും എല്ലാം കൂടി എത്ര രൂപയാണോ ആവുക ഓട്ടോറിക്ഷയ്ക്ക് ചാർജ്? എൻ്റെ മോൾക്ക് ബുദ്ധിമുട്ടായി കാണൂലേ? മോള് വണ്ടിയിലൊന്നും പോരലില്ലല്ലോ ഇപ്പോൾ, ഓട്ടോറിക്ഷയിലൊന്നും. കാറിലോ ബൈക്കിലൊക്കെ അല്ലേ ഇപ്പോൾ യാത്ര ചെയ്യൽ. ഞാൻ വിചാരിച്ചു മോൻ നിന്നെ ആക്കി തരുമായിരിക്കുന്നു. അതൊന്നും സാരമില്ലപ്പാ, ഇക്കാക്കൊക്കെ എന്തോ ക്ഷീണം കൊണ്ടാണ് ഈ ഉപ്പയെ വിളിക്കാൻ പറഞ്ഞത്. അത് സാരമില്ല, നമുക്ക് ഓട്ടോയിൽ പോവാം. അല്ല മോളെ, നീ പോരുന്നത് കണ്ടിട്ടും അവനെന്താ താഴേക്ക് ഇറങ്ങി വരാഞ്ഞത്? അതിപ്പോൾ ഇക്ക അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി, അതാ ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോയില്ല. അപ്പം നീ പോരുന്നതൊന്നും പറഞ്ഞില്ലേ ഓൻ്റെ അടുത്ത്? ആ, ഞാൻ നേരത്തെ പറഞ്ഞിനി, ഇപ്പം പിന്നെ പറയാൻ ഇക്ക ഉറങ്ങുക, നല്ല ഉറക്കത്തിലാണ്. ഞാൻ വന്നിട്ടും അവൻ താഴേക്ക് ഇറങ്ങി വന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. ആ, ഇക്ക എന്തൊക്കെയൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. എന്തൊക്കെയൊക്കെയോ നുണകൾ പറഞ്ഞ് മുസിനെ ഉപ്പയെ അങ്ങ് വായ അടപ്പിക്കുകയായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. പാവം എൻ്റെ ഉപ്പയെ വീണ്ടും ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ റബ്ബേ. കളവ് പറയുകയാണ്. ഉപ്പയ്ക്ക് സങ്കടമൊന്നും ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കളവ് പറയുന്നത്. പാവം എൻ്റെ ഉപ്പ. അങ്ങനെ അവർ ഓട്ടോയിലേക്ക് കയറി വണ്ടിയെടുത്തു. മുസിന ഓട്ടോയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അല്ലാഹുവേ, ഞാനിന്ന് അനുഭവിക്കുന്ന വേദന വേറൊരു പെണ്ണും അനുഭവിക്കുന്നുണ്ടാവുമോ എനിക്കറിയില്ല. ഓരോ കാഴ്ചകളും കണ്ട് അവൾ എന്തൊക്കെയോ ആലോചിച്ച് പോവുകയാണ് വീട്ടിലേക്ക്. മുസിന ഓട്ടോയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അല്ലാഹുവേ, ഞാനിന്ന് അനുഭവിക്കുന്ന വേദന വേറൊരു പെണ്ണും അനുഭവിക്കുന്നുണ്ടാവുമോ എനിക്കറിയില്ല. ഓരോ കാഴ്ചകളും കണ്ട് അവൾ എന്തൊക്കെയോ ആലോചിച്ച് പോവുകയാണ് വീട്ടിലേക്ക്. ഓരോ സ്ഥലവും എത്തുമ്പോഴും മുസിനയുടെ മനസ്സിങ്ങനെ പേടിയുള്ള എന്തൊക്കെയോ വരാൻ തുടങ്ങി. അല്ലാഹുവേ, കഴിഞ്ഞ തവണ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇക്ക എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വന്നിട്ടില്ല. പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഉമ്മയാണ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഈ തവണയും അങ്ങനെയൊക്കെ ആവുമോ എന്ന ഒരു ഭീതി മുസിനയുടെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളക്കാൻ തുടങ്ങി. ശരിക്കും എനിക്ക് ആ വീട്ടിൽ നിന്നും പോരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നെ എന്തോ ഒരു ശക്തി വലിച്ചിറക്കി കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പാവം ആ ഉമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാനുള്ളത് കൊണ്ടാണ് ആ ഉമ്മ അവിടെ അങ്ങനെ അത്രയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത്. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴും മൂസിനയുടെ മനസ്സ് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. ആ ഉമ്മയുടെ അടുത്തും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അത് മാത്രമായിരുന്നു മൂസിനയുടെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ എന്തിനാണ് ഇക്ക കുറച്ച് മുൻപ് എന്നോട് നല്ല രീതിയിലൊക്കെ സ്നേഹത്തോടെയൊക്കെ പെരുമാറിയിരുന്നത്? എന്തിനാണ് റബ്ബേ? പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്നോടൊരു ദേഷ്യം, അകൽച്ച, ഇതൊക്കെ വീണ്ടും വന്നു. ഇപ്പം എന്നോട് നീ പോയിക്കോ നിൻ്റെ വീട്ടിലേക്ക്, എനിക്ക് തന്നെ ഇഷ്ടമല്ല, നീ എന്തിനാണ് ഇവിടെ എന്നെ വെറുതെ വെറുപ്പിച്ച് ഇവിടെ കഴിയുന്നത് എന്നൊക്കെ ഒരു പെണ്ണ് കേൾക്കുമ്പോൾ സത്യമായിട്ട് വിചാരിച്ചു പോകും, എന്തിനാണ് റബ്ബേ ഇത്രയും മാസം ഞാൻ അവിടെ കടിച്ചു പിടിച്ച് നിന്നത്, എന്നെ ആവശ്യമില്ലാത്ത വീട്ടിൽ എന്നൊക്കെ തോന്നിപ്പോവും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഠനം വരെ മുടങ്ങിപ്പോയി. ഞാൻ നല്ല രീതിയിൽ +2 നല്ല മാർക്കോട് കൂടി വിജയിച്ചതാണ് ഞാൻ. പിന്നീട് എൻ്റെ തുടർന്ന പഠനത്തിന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഈ കല്യാണ ആലോചന വന്നത്. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഞാനതിനെ സമ്മതിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? എൻ്റെ ജീവിതം എവിടെയും എത്താതെ, എങ്ങും എത്താതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോവുകയാണ്. ഒന്ന് പുറത്തേക്ക് പോകാൻ പോലും എൻ്റെ ഉപ്പ എന്നെ സമ്മതിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ പേടിയുള്ള കാലമാണ്. ഹിജാബൊന്നും ധരിക്കാതെ പുറത്തേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. അങ്ങനത്തെ സമൂഹമായി മാറിയിരിക്കുകയാണല്ലോ. അതൊക്കെ പറഞ്ഞ് എൻ്റെ ഉപ്പ വെറുതെ സങ്കടപ്പെടുമ്പോഴാണ് ഈ കല്യാണാലോചന വന്നത്. അപ്പോഴാണ് ഉപ്പ എന്നെ നിർബന്ധിക്കുകയായിരുന്നു, മോളെ ഇതാവുമ്പോൾ ഉപ്പക്കും ഉമ്മാക്കും സമാധാനമായി, അതെല്ലാം നിനക്കും സേഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കുകയായിരുന്നു. എന്തെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ വിവാഹം ചെയ്ത് വിട്ടയച്ചത്. പക്ഷേ വിട്ടയച്ചിടത്തിൽ നിന്നും എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും കിട്ടേണ്ട സ്നേഹം, പരിഗണന, ഇതൊന്നും എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഒരു മറച്ചു കെട്ടിയ വീട്ടിൽ ജീവിക്കുകയാണെങ്കിലും ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്നും കിട്ടുന്ന സ്നേഹവും പരിഗണനയും കിട്ടുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വേറെ ഒരു ജീവിതമോ വേറെ ഒരു ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർ രാവിലെ പണിക്ക് പോയി കൊണ്ടുവരുന്നതിൽ നിന്നും മിച്ചം വെച്ച് കിട്ടുന്നത്
നമ്മൾക്ക് ഭക്ഷണത്തിനായിട്ടും എല്ലാം തരുമ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുവാനും അവരെ സ്നേഹിക്കുവാനും മാത്രമായിരിക്കും നമ്മളുടെ മനസ്സുണ്ടാവുക. അല്ലാതെ കുറേ ബംഗ്ലാവോ കുറേ പണമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. സ്നേഹമില്ലാത്തടത്ത് എന്തിനാണ് വെറുതെ പൈസയും ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്? അതൊക്കെ ആർക്കാണ് വേണ്ടത്? പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇക്കാക്ക് മനസ്സ് മാറി എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്ന്. പക്ഷെ എനിക്ക് ഇക്കാന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ ഇക്കാക്ക് ഒരു തരി പോലും സ്നേഹം എന്നോട് തിരിച്ച് ഇന്നേ വരെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. മോളെ മൂസി, മോളെ. ഉപ്പ അവളെ തട്ടി. ആ എന്താ ഉപ്പ? എന്താ നമ്മളെ വീട്ടിലെത്താനായി തുടങ്ങിയിട്ടോ? നീ എവിടെയാണ്? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. അവളുടെ മനസ്സ് മുഴുവനും എന്തൊക്കെയോ ചിന്തകൾ മാത്രമായിരുന്നു. അങ്ങനെ മൂസിന വീടിൻ്റെ അടുത്തെത്താറായി. മൂസിനയുടെ വീട്ടിലേക്ക് വണ്ടിയൊന്നും പോവില്ല. റോഡിൽ ഇറങ്ങി കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നടക്കുന്നതിനിടയിൽ വീടിനോട് ചേർന്ന് ഒരു കുറച്ച് അപ്പുറമായിട്ടാണ് മൂസിനയുടെ തറവാട് വീട് ഇരിക്കുന്നത്. അവിടെ മൂസിനയുടെ എളാമ്മയും എളാപ്പയും വല്യമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ ആദ്യം അവിടേക്ക് കയറാൻ ഉപ്പയും അവളും തീരുമാനിച്ചു. ഹലോ, അസ്സലാമു അലൈക്കും. അല്ല, ഇതാരാ? മൂസിന മോളോ? വാ മൂസി. അല്ല എളാമ്മ, വല്യമ്മ ഇവിടെ പോയി? വല്യമ്മനെ കാണാനില്ലല്ലോ. ആ, വല്യമ്മ ഇതുവരെ ഉണ്ടായിന് മൂസി ഇവിടെ. വല്യമ്മക്ക് എന്തൊക്കെയോ വയ്യാന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി കിടക്കുന്നുണ്ട്. ആ, അസ്സലാമു അലൈക്കും വല്യമ്മ. അല്ല, ഇതാരാ? മൂസിന മോളോ? വാ ഇരിക്കും മോളെ. വല്യമ്മ, നിങ്ങളെൻ്റെ കൂടെ നമ്മളെ വീട്ടിലേക്ക് വരുമോ? അവിടെ നിൽക്കാം കുറച്ച് ദിവസം. ഞാൻ എൻ്റെ കൂടെ അങ്ങോട്ട് വന്നിട്ട് എന്താ മോളെ? ഇജ്ജ് 2-3 ദിവസം കഴിഞ്ഞാൽ പോകൂലേ? പിന്നെ ഇപ്പം ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ച് വരണ്ടേ? അതൊന്നും സാരമല്ലോ വല്യമ്മ, എൻ്റെ കൂടെ വരി. ആ, പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിന്, ഞാൻ തരട്ടെ? അതവിടെ വെച്ചാളാം മോളെ, ഞാൻ തിന്നോളാം കേട്ടോ. മോളെ മൂസി, വാ ചായ കുടിക്കാം. അല്ല എളാമ്മ, നിങ്ങൾ അപ്പത്തിനും പോയി ചായ ഒക്കെ ഉണ്ടാക്കിയോ? വേണ്ടില്ലായിരുന്നു. അതൊന്നും സാരമില്ല, നീ വാ, നിങ്ങൾ എന്തായാലും നടന്ന് വരില്ലേ, വാ ചായ കുടിക്കാം. അങ്ങനെ മൂസിനായും ഉപ്പയും ചായ കുടിക്കാനിരുന്നു. എല്ലാവരും വരി മക്കളെ, എല്ലാവരും വരി ചായ കുടിക്കാം. എളാപ്പക്ക് ചെറിയ ചെറിയ മക്കളാണ് ഉണ്ടായിരുന്നത്. എളാപ്പയും സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ ഉപ്പയും അങ്ങനെ തന്നെ. ആരും മെച്ചപ്പെട്ട രീതിയിൽ ആരും തന്നെ ഇല്ല, സമ്പന്നരായിട്ടോ ആരുമില്ല. എളാപ്പയുടെ തറവാടാണെങ്കിലും വീട് ഒക്കെ പൊളിഞ്ഞ് വീഴാറായി തുടങ്ങി. അത് നന്നാക്കാനുള്ള ഇതൊന്നും എളാപ്പക്കില്ല ഇപ്പോൾ. ഉപ്പ ചായ കുടിച്ച് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി. അല്ലമ്മ, എന്താ വർത്താനം? നമ്മളെ വീട്ടിലേക്ക് പോയാലോ? ഇല്ല മോനെ, ഉമ്മക്കിപ്പോൾ എന്തൊക്കെയോ വയ്യായുണ്ട്. ഇപ്പോൾ എൻ്റെ മക്കൾ പോയിക്കോളെ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണ്ട്. മൂസിനമ്മോട് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഓള് പോകുമ്പോഴത്തേന് വരാം. എന്നാൽ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്നാൽ ആയിക്കോട്ടെ. എന്നാൽ വല്യമ്മ, ഞാനെന്നാൽ ഇറങ്ങട്ടെ എന്നാൽ. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വല്യമ്മ എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ. ആ, വരാം മോളെ. എന്നാൽ ഉമ്മമ്മ വന്നിട്ട് വേണം, കുറേ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കഥകളൊക്കെ കേൾക്കാൻ. ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് കുറേ കഥകളൊക്കെ വല്യമ്മ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങാണ് ഉമ്മ. നിങ്ങൾ വരുന്നുണ്ട് ഇപ്പൻ്റെ അടുത്തേക്ക് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം കൂട്ടാൻ വരും. ആയിക്കോട്ടെ കുട്ടിയെ. വീട്ടിലെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മൂസിന എങ്ങനെയായിരിക്കും മറുപടി നൽകുക എന്നറിയാൻ ബാക്കി നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാ. ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.